വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ സൗണ്ടിനൊരു മാറ്റം കാണും, വേറൊന്നുമില്ല, നല്ല കോൾഡാണ്. എനിക്കും മമ്മിക്കും സൈഡാണ്, ഞങ്ങൾ രണ്ടുപേരും. നല്ല പനി, നല്ല ജലദോഷം, നല്ല കഫക്കെട്ട് ഒക്കെ ആയിട്ടിരിക്കുകയാണ്. എനിക്ക് വെയിലത്ത് പോയിട്ട് വന്നാൽ അത്ര സുഖകരമല്ല ഇപ്പോൾ, അതിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് ഡിന്നർ എൻ്റെ വകയാണ്. എനിക്കും ഡിമ്പളിനും ബോയിൽഡ് എഗ്ഗും അങ്ങനത്തെ സംഭവങ്ങളാണ്. ഡാഡിക്കും മമ്മിക്കും ഡോൺചേട്ടനും കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതേ കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഡിമ്പിളിന് ഒരു വീഡിയോ ഡബ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് പൊക്കോ, ഞാൻ സെറ്റാക്കിക്കോളാം എന്ന് പറഞ്ഞു. കഞ്ഞി വെക്കേണ്ട കാര്യമില്ലുള്ളൂ. പിന്നെ പാത്രങ്ങൾ വന്ന് ഡമ്പായിട്ട് കിടപ്പുണ്ട്, അതൊന്ന് കഴുകണം. അപ്പോൾ ഞാൻ മാക്സിമം എവറി ഡേ ഞാൻ ആദ്യം പിള്ളേരുടെ ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കുകയും കുപ്പി കഴുകി വെക്കുകയും ചെയ്യും. കാരണം ഇവർക്ക് എപ്പോഴാണ് വിശപ്പും ദാഹവും വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റുള്ള ആളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഉള്ളി പൊളിക്കണം, പച്ചമുളക് എടുക്കണം, ഇഞ്ചി എടുക്കണം. ഇന്ന് വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കാറ്. നോക്കട്ടെ, മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് വേഗം ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്യണം, കഴുകണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുൾ സൈലൻസ് ആണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് ഓൺ വോയിസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പിള്ളേർ സന്ധ്യ ആകുമ്പോൾ അവർ ഹൈ പീക്കിലെത്തുമ്പോൾ ഫോൺ കൊടുക്കും. ആ സമയത്ത് ആ ശബ്ദം മാത്രമേ ഇവിടെ കേൾക്കാണ്ടായിരിക്കുള്ളൂ. അല്ലെങ്കിൽ ന്യൂസായിരിക്കും. ന്യൂസ് ചില സമയത്ത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്. ചില ചാനലിലെ ന്യൂസുകൾക്ക് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഈ ചുരിദാറിൻ്റെ ലിങ്കുകളൊക്കെ ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നോക്കിയപ്പം ചാനൽ എപ്പോഴും ലൈവാക്കി വെക്കാൻ എന്തുകൊണ്ടും ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടുന്നത് നന്നായി എന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഇന്നലെ ഇട്ട ആ ഷോർട്ട് ക്ലിപ്പ്, ബ്രേക്ക്ഫാസ്റ്റ് ക്ലിപ്പ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. കാരണം അതിന് വ്യൂസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലപോലെ അത് ക്ലിക്കായി. ഞാനും ചുമയ്ക്കാം, മമ്മിയും ചുമയ്ക്കാം. എനിക്ക് ഈ സർജറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കതൊരു പേടിയാണ് ആക്ച്വലി. നമ്മൾ പെട്ടെന്ന് സൗണ്ട് മാറുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. പക്ഷേ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ, വേറൊരു വീഡിയോയ്ക്ക് വോയിസ് കൊടുത്തപ്പോൾ എനിക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ തോന്നിയില്ല. എൻ്റെ മൂക്കാണ്. പിന്നെ എനിക്ക് ടോൺസിൽസ് വേഗം വരുന്ന കൂട്ടത്തിലാണ്. സംഭവം ഞാൻ തണുത്ത വെള്ളമൊന്നും കുടിക്കണമെന്നില്ല. ഇവിടെ എല്ലാവർക്കും നല്ല എരിയും ചൊടിയുള്ള ചമ്മന്തിയാണ് ഇഷ്ടം. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഡോൺ ചേട്ടനായാലും കഞ്ഞി വലിയ താല്പര്യമില്ല, പക്ഷെ നല്ല ചമ്മന്തി ആണെങ്കിൽ ഡോൺ ചേട്ടൻ കഴിക്കും. അപ്പം അങ്ങനത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. വാളംപുളി എടുത്തിട്ടില്ല, അതെടുക്കണം. മാക്സിമം ഞാൻ വെള്ളം ചേർക്കാണ്ട് അടിക്കാൻ നോക്കും, പക്ഷെ ചിലപ്പോൾ അരയില്ല, എന്താണെന്നറിയില്ല. മൂക്കിൽ നിന്ന് വെള്ളം വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ തോന്നുന്നു പറയാം. നമ്മൾ പണി ചെയ്യുമ്പോൾ അപ്പുറത്തിരുന്ന് വർത്താനം പറയുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുക, അവരെ നോക്കുക, അങ്ങനത്തെ ഒരു സെറ്റപ്പില്ലേ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറ്. ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും. കുക്കറിൻ്റെ അലമുറകളാണ് കേൾക്കണത്. മമ്മി കിടക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം കിടക്ക്, സ്വസ്ഥത കിട്ടും. പിന്നെ കിടക്കാൻ പറ്റുന്നവരെങ്കിലും കിടക്ക്. ഇന്ന് ഞാൻ ഉറങ്ങിയില്ല. ഇന്നലെ ഞാൻ പിന്നെയും ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. ഇന്നലെ ചാക്ക് വേഗം എഴുന്നേറ്റു. ഇന്ന് എനിക്ക് തുണി അലക്കാനും വിരിക്കാനും മടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെടി കുറച്ച് പറിച്ച് നടാനുണ്ടായിരുന്നു. പിള്ളേർക്ക് ബാഗ് സെറ്റ് ചെയ്യണ്ടായിരുന്നു. തോന്നുന്നു 2 ദിവസമായിട്ട് അവധിയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ പ്ലേ കിങ്ഡത്തിൽ പോയപ്പോൾ സ്കൂൾ ബാഗ്, അപ്പോൾ ബുക്സൊക്കെ എടുത്ത് പുറത്തിട്ടിരിക്കുകയായിരുന്നു. അതൊക്കെ തിരിച്ച് കയറ്റി, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. എന്തായാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് ആദ്യം 3-4 മുളക് എടുക്കാം, എന്നിട്ട് വേണമെങ്കിൽ എടുക്കാം. എരിഞ്ഞ് പുകഞ്ഞാലും ഞാൻ ചീത്താക്കേണ്ടി വരും. കഴിക്കട്ടെ. കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക്
മിക്സി എടുക്കാം. ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ മുട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരണം. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെ ലേറ്റായി, 8 മണിയായി സമയം. അത് വരണം. നോക്കിയെന്ന് അങ്ങനെ പാടില്ല. തേങ്ങ ചിരകിയത് കണ്ടപ്പോൾ ഞാൻ വെച്ചു നാളെ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പം ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞ കാരണം കുറേ പഴം ഡാഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ പാച്ചുവിനും ചാക്കോയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഡോൺ ചേട്ടന് ഉപ്പുമാവ് ഇഷ്ടമില്ല, എന്നാലും കഴിക്കും കേട്ടോ. റിജക്റ്റ് ചെയ്യാറില്ല, കഴിക്കും. ക്വാണ്ടിറ്റി വളരെ കുറച്ച് കഴിക്കുള്ളതേ ഉള്ളൂ, സംഭവം കഴിക്കും. ഉപ്പിടാം, വാളംപുളി എടുക്കണം, കുറച്ച് പരിപാടികളുണ്ട്. എനിക്ക് ഇത് വേഗം അവസാനിപ്പിച്ചിട്ട് വേണം പാത്രം കഴുകാൻ നിൽക്കാനായിട്ട്. കോൽപ്പുളി എനിക്കിവിടെ വന്നപ്പോൾ ആദ്യം കോമഡി ആയിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഓരോ നാട്ടിൽ വരുമ്പോൾ ഓരോ കാര്യങ്ങളാണ്. കോൽപ്പുളി, കോൽപ്പുളിയോ അതെന്തിട്ട് പുളി? നമ്മൾ വാളംപുളി എന്നല്ലേ കോട്ടയംകാർ പറയാം. പുളിയും വേണം, എരിവും വേണം. ബാലൻസ് ചെയ്ത് പോകാൻ കുറച്ച് പാടാം, നോക്കാം. പുളി കഴുകിയിട്ടിടാം. എനിക്കെന്തോ പുളി കഴുകാണ്ട് ഇട്ടാൽ എനിക്കൊരു ദഹനക്കേടാ, എന്താണെന്നറിയില്ല. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പുളി. ഞാൻ ഈ ഫോൺ ഇങ്ങോട്ട് തിരിച്ചു വെക്കും, കാരണം ഞാൻ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാം. നിങ്ങൾ എന്നെ കാണില്ല, ശൂന്യത മാത്രമേ കാണൂ. ഒരു ശബ്ദം കേൾക്കും, പേടിക്കണ്ട. ഞാൻ പോസ് ചെയ്യും, ഇല്ലേ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും. അപ്പോൾ അതെ, നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അരക്കില്ല. തേങ്ങ നമ്മൾ ദോശയൊക്കെ അരയ്ക്കുന്ന പോലെ അരക്കില്ല. ഇത് കുറച്ച് കിറുകിർ ആയിട്ട് അരയ്ക്കുക. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ സെറ്റായി. അപ്പോൾ ഇത് സെറ്റാകട്ടെ കേട്ടോ. അപ്പോൾ ഇതേ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത മുട്ട വന്നിട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വരുമ്പോൾ വൃത്തിയുള്ള മുട്ട വരും കേട്ടോ. പുറത്തുനിന്ന് നമ്മൾ കൂടുതലും പുറത്തുനിന്ന് ഇവിടെ ഒരു അങ്കിളിൻ്റെ കടയുണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കാം. നല്ല വലിയ വലിയ മുട്ടകൾ കിട്ടും. ഇത് ഷേപ്പായിട്ട് കുഞ്ഞു മുട്ടകളാണ്. എന്നാലും വേണ്ടില്ല, അത്യാവശ്യത്തിന് ഇപ്പോൾ നമുക്ക് ഇത് നടക്കുകയുള്ളൂ. വീട്ടിലുള്ള ആൾക്കാരെ പുറത്ത് വിടാണ്ട് നടക്കണമെങ്കിൽ ഈ വക കാര്യങ്ങളെ നടക്കുകയുള്ളൂ. അപ്പോൾ അതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ മോന്ത മാത്രം കാണിക്കണം. മുട്ട നമുക്കിനി വേവിക്കാനുണ്ട് കേട്ടോ. എനിക്കും ഡോൺ ചേട്ടനും ഡിമ്പിളിനും ഉള്ള മുട്ടയാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പം ഞാൻ എന്നെ മാത്രമേ കാണിക്കണുള്ളൂ. അത് നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കും. സോ ഐ തോട്ട് ഞാൻ മുട്ടേനെയും കാണിക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പാലൊക്കെ നമ്മൾ കൂടുതലും ഇൻസ്റ്റാമാർട്ടിൽ നിന്ന്, ഞാനല്ലെങ്കിൽ ഡിമ്പിളാണ് ഇപ്പോൾ ഭൂരിഭാഗം ഒരു 99% ഞങ്ങൾ തന്നെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് മേടിക്കുകയാണ്. പിന്നെ പിള്ളേർക്ക് ചോക്കോ സ്പ്രെഡൊക്കെ ഇഷ്ടം, അപ്പം അത് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു രാത്രി തോന്നുന്നു അത് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാത്രം കഴുകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങളുടെ ഈ മുട്ട വെന്താലേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് മുട്ട വേവട്ടെ. ഓക്കെ, എനിക്ക് എന്തെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ട്, പക്ഷെ എനിക്കിപ്പം ഞാൻ നോക്കിയിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്ന ആരും ഇനി വീഡിയോ ഇട്ടിട്ടില്ല. സോ സാഡ്. ഒരു ഉത്തരവാദിത്തം എല്ലാവർക്കും. ഇവരെല്ലാവരും എന്നെപ്പോലെ ആയോ എന്ന് എനിക്ക് സംശയം. ഇപ്പം എല്ലാവരും ബിസിയാന്ന് തോന്നുന്നു. രാമൻ്റെ ഏകന്തോട്ടം കുറേ നാളായി കണ്ടിട്ട്, അതൊന്ന് കാണണം. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, എനിക്ക് വേണ്ടി. ഇനി ഞാനത് എനിക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ എന്നെ പലരും ഓടിക്കും. ഞാൻ എനിക്ക് വേണ്ടി മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും അതങ്ങോട്ട് സക്സസ്ഫുൾ ആയില്ല. സോ ഞാൻ വീണ്ടും
പക്ഷെ വന്ന് നോക്കിയിട്ടേ ഞാൻ പറയുള്ളൂ കേട്ടോ. ആരും വീഡിയോ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഒന്നും അല്ലാണ്ട് ഇനി മമ്മിയുടെ വ്ളോഗ് കണ്ടു വരുമെന്ന്. മമ്മിയുടെ വ്ളോഗ് ഒന്ന് കണ്ടു തീർത്താ ഇനിയിപ്പോൾ ഞാൻ വീണ്ടും അത് തന്നെ കണ്ടു വരും. ഓ മൈ ഗോഡേ. ഒന്നുമില്ല. സിന്ധു ആൻറ്റിയും വ്ളോഗ് ഇട്ടിട്ടില്ല. ഒരു ഉത്തരവാദിത്തമില്ല സിന്ധു ആൻറ്റി. ദുബായിക്ക് പോയിട്ടുണ്ട്. ഇനി വരുമ്പോൾ നല്ല നല്ല വ്ളോഗായിട്ട് മൂപ്പര് വരുള്ളൂ. നോക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും പാത്രം കഴുകി വെക്കാൻ പോയിട്ട് ഇപ്പോഴേട്ടോ ഞാൻ ഫ്രീ ആയ. എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആകെ ബഹളായി പിള്ളേരും കാര്യങ്ങളും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചാക്കോയും ഡോൺ ചാരനും അവിടെ ഇല്ലായിരുന്നു. അവർ അക്കിയുടെ അവിടെ പോയേക്കായിരുന്നു. അപ്പോൾ തറയൊക്കെ തുടച്ചിട്ട് ഞാൻ റോബോനെ ഇറക്കി വിട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം പിള്ളേരുള്ള വീടായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി അവനെ ഇറക്കി വിട്ടാൽ അവന് ചെയ്യാൻ പറ്റില്ല. പിള്ളേർ ഈ ഫുഡൊക്കെ ഇട്ട് മെഴുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് തുടച്ചിട്ട്, അതായത് വീട് ഫുള്ള് ചൂടുവെള്ളത്തിൽ തുടച്ചിട്ട് പിന്നെ അവനെ ഇറക്കി വിടുള്ളൂ. എനിക്ക് ചൂടുവെള്ളത്തിൽ തുടച്ചാലേ ഒരു സംതൃപ്തി ഉള്ളൂ. എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. നല്ല തിളച്ച വെള്ളത്തിൽ നല്ല കംഫർട്ടോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനറോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ ഒരു ഷൈനിങ് ആണ്. സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ റോബോനെ ഇറക്കി വിടാൻ എനിക്ക് തോന്നാറില്ല. പിന്നെ അത് മുക്കിലെ റാണിയായിട്ട് ഇങ്ങനെ വാഴുന്നതുകൊണ്ട് ഞാൻ ഇറക്കി വിടുന്നതാണ് കേട്ടോ. കുറേ പേരിനോട് പേഴ്സണലി ചോദിക്കാറുണ്ട് റോബോ എങ്ങനെയുണ്ടെന്നുള്ളത്. റോബോ ആക്ച്വലി നല്ലതാണ്. നമ്മുടെ വീട്ടിൽ പിള്ളേരുള്ളതുകൊണ്ട് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷേ പിള്ളേരൊക്കെ ഇല്ലാത്ത വീട്ടിലല്ലെങ്കിൽ പിള്ളേരൊക്കെ കുറച്ച് മുതിർന്ന പിള്ളേരാണ്, ഒരു 2ാം ക്ലാസ്സൊക്കെ എത്തിയ പിള്ളേരാണ്, നമ്മളധികം വീട്ടിൽ ചപ്പും നാശങ്ങളും അങ്ങനെയൊന്നും കാണില്ല. അതൊക്കെയാണെങ്കിൽ നമുക്ക് ഡെയിലി ഈ പറയുന്ന പോലെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് രാവിലെയും രാത്രിയൊക്കെ സുഖമായിട്ട് ഇറക്കി വിടാം. നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്തിട്ട് പോകും. മാപ്പിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അലാറം സെറ്റ് ചെയ്യണ പോലെ ഫോണിലെ ആപ്പിൽ സെറ്റ് ചെയ്താലും അത് പൊക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ പെർഫെക്റ്റ് ആണ്. നമ്മുടെ ഇവിടെ പറ്റാത്തത് ഈ പിള്ളേർ ടോയ്സൊക്കെ സോഫയ്ക്കടിയിൽ ഇടുക, പ്ലാസ്റ്റിക് ഇടുക, അതൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പോയാൽ അത് സ്റ്റക്കായിട്ട് അവിടെ നിൽക്കും. ഒന്നുകിൽ അത് തിരിച്ച് കയറി പോവും, അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കും. സോ നമുക്ക് അതിന് മുമ്പ് ഒന്ന് അടിച്ച് വാരണം. പിന്നെ ആ കറകളൊന്നും പോവില്ല കേട്ടോ. അത് ഞാൻ മുൻകൂട്ടി പറയാണ്, കറകളൊന്നും പോവില്ല, അങ്ങനെ നിൽക്കും. സ്റ്റെയിൻസൊക്കെ അങ്ങനെ നിൽക്കും. സ്റ്റെയിൻസൊക്കെ അങ്ങനെ നിൽക്കും. സോ അതിന് മുമ്പ് നമ്മൾ തുടയ്ക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ പിള്ളേരുള്ളതുകൊണ്ട് ഏത് മുക്കും മൂലയിൽ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കാണും. സോ നമ്മൾ ചൂടുവെള്ളത്തിൽ ഹാളിലും ഈ പറയുന്ന പോലെ അടുക്കളയിലും ഡൈനിങ് ഏരിയയിലും തുടച്ചിട്ട് ഇറക്കുള്ളൂ. പിന്നെ മമ്മിയുടെയും ഡിമ്മളുടെ റൂമിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറക്കുന്നതിന് മുമ്പ് മാറ്റുകളും കാര്യങ്ങളും ഒക്കെ മാറ്റണം. മമ്മിയുടെ റൂമിൽ പോയാൽ ബെഡിൻ്റെ ഇടയിൽ സ്റ്റക്കാവും. അപ്പോൾ അത് അവിടെ ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മുകളിലോട്ട് പിന്നെ ഞാൻ ഇന്നുവരെ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ മുകളിലത്തെ മാപ്പിങ് നടത്തിയിട്ടില്ല. സംഭവം അവർ പറഞ്ഞത് മുകളിലും താഴെയും മാപ്പ് ചെയ്യാം, എന്നിട്ട് അതനുസരിച്ച് നമുക്ക് മുകളിൽ കൊണ്ടുവച്ചിട്ട് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ അത്രയും വലിയൊരു റിസ്ക് എടുത്തിട്ടില്ല. കാരണം നമ്മുടെ വൈഫൈ മുകളിലോട്ട് വർക്ക് ചെയ്യില്ല. ഒറ്റൊരു വൈഫൈ റൂട്ടറിൽ അത് വർക്ക് ചെയ്യുള്ളൂ. മുകളിൽ ഞാൻ പിന്നെ അകാരോൻ്റെ ബ്രഷ് വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദിവസമോ അല്ലെങ്കിൽ 1.5 വിട്ടോ എനിക്കത് തുടച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരുള്ളവർക്ക് അറിയാമല്ലോ, ഭയങ്കര ഒട്ടലും പിടിക്കലും ഒക്കെ ആയിരിക്കും. ഇനിയിപ്പം ശരിക്കും റോബോനെ ഡെയിലി ഇറക്കി വിട്ടാൽ വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് ശരിക്കും അതൊരു ഷെഡ്യൂൾ ആയിട്ടില്ല. കാരണം ഡൈനിങ് ടേബിൾ അവിടെ ഇറക്കി വിടുമ്പോൾ നമ്മൾ കസേര പൊക്കി വെക്കണം, അല്ലെങ്കിൽ കസേരയ്ക്ക് ഇടയിൽ പോയിട്ട് സ്റ്റക്കാവും. സോഫ മറ്റേ കാല് പൊക്കി വെക്കണം. ഇപ്പം മമ്മി മറ്റേ സാധനം വാങ്ങിച്ചതുകൊണ്ട് സോഫയ്ക്കടിയിലൊക്കെ പോകും. മറ്റേ സോഫയ്ക്കടിയിൽ പോവില്ലായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനുണ്ട്. കുറേ ഡ്രോബാക്കും ഉണ്ട്, കുറേ നല്ല കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരിടത്ത് വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിങ്ങളുടെ വീട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ അടിമുട്ടി നിൽക്കുന്ന സാധനത്തിൻ്റെ അടിയിലൊന്നും പോവില്ല. അപ്പോൾ നിങ്ങളത് പൊക്കി വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഏരിയ ക്ലീൻ ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി തൂത്ത് തുടയ്ക്കാൻ നിങ്ങൾ നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് മുതിർന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ റോബോ ആയിരിക്കും. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ എനിക്കൊന്നൊരു 18 രൂപ തൊട്ട് റോബോ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വെള്ളവും ഡസ്റ്റും ഒക്കെ തന്നെ മാറ്റുന്ന റോബോ വരെ ഉണ്ട്. അതിന് 30,000 രൂപയാണ്. നമ്മളിത് വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു 23-25 അങ്ങാണ്ട് ഉണ്ട് എൻ്റെ അറിവിൽ. 18 അല്ല, 23-25 ഇപ്പം 30,000 രൂപയ്ക്ക് നല്ല തരം ഇത് കിട്ടും. 2 അകാരോൻ്റെ ആണെങ്കിൽ 2 ബ്രഷ് ഉണ്ട്. അതായത് അടിച്ചു വാരാനുള്ള ബ്രഷ് 2 ഉണ്ട്. ഇത് ഒരെണ്ണേ ഉള്ളൂ. എനിക്ക് ആകെ ഒരു ഇഷ്ടമില്ലാത്തത് കറകൾ പോവില്ല. അത് നമ്മൾ തന്നെ തുടയ്ക്കണം.
അത്രയൊക്കെയുള്ള പ്രശ്നങ്ങൾ. വേറെ സംഭവം പിള്ളേർ വലിയതാളുള്ള പിള്ളേർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇത് നല്ലൊരു ഓപ്ഷനായിരിക്കും. അല്ലാതെ ഇരുമി ട്രെയിൻ ചെയ്ത് നിൽക്കുന്ന പിള്ളേരുടെ വീട്ടിൽ ഇത് അത്ര നന്നായിരിക്കില്ല. നമുക്ക് ഇരട്ടി ജോലിയാണ്. എന്നെ സംബന്ധിച്ചത് എനിക്ക് ഇരട്ടി പണിയാണ്. കാരണം നമുക്ക് ക്ലീൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ വീടാണ്, നമുക്ക് ക്ലീൻ ചെയ്യണം. ഒന്നുകിൽ ഡിംപിൾ ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ അതിനും റോബോയുടെ കാര്യങ്ങൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം റോബോനെ ഇറക്കി വിടുന്നതിന് മുമ്പ് അതിന് ഡസ്റ്റ് മാറ്റണം, അതിൽ കുടുങ്ങിയിരിക്കുന്ന മുടികൾ എടുത്ത് മാറ്റണം, അതിൻ്റെ തുണി കഴുകി വെക്കണം, അതിൽ വെള്ളം നിറയ്ക്കണം, അങ്ങനെ കുറേ ജോലികളുണ്ട്. മുടി നിറഞ്ഞാൽ പിന്നെ നമ്മുടെ അത് സ്റ്റക്കാവും, അല്ലെങ്കിൽ ഉള്ള ചെടിയൊന്നും എടുക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൽ. അപ്പം അതൊക്കെ കഴിഞ്ഞ് തുടച്ച് വന്നിട്ടുണ്ട്. ഡോൺ ചേട്ടനും പിള്ളേരും ഓൾറെഡി കുളിച്ച് കിടന്നു. ഇതുണ്ടോ, നല്ല ഭംഗി. ഇനിയൊന്ന് കുളിക്കണം, തലയൊന്ന് കഴുകണമെന്ന്. 2-3 ദിവസമായിട്ട് ഞാൻ വയ്യാത്തതുകൊണ്ട് കഴുകിയിട്ടില്ലതുണ്ട്. എൻ്റെ ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുകയാണ്. കുറേ പേര് എന്നോട് ചോദിച്ചു, എന്താ ഡിവൈനെ പെട്ടെന്ന് മുഖത്ത് കുറേ കുരുക്കളും കാര്യങ്ങളും പ്രത്യക്ഷപ്പെട്ടെന്ന്. എനിക്ക് പീരിയഡ്സ് ആവാറാകുമ്പം എല്ലാവരെയും പോലെ കുരുക്കൾ വരും, അങ്ങനെയാണ്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് സിവിയറായി എന്ന് മാത്രം. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.